കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ടുവേർഡ്സ് യു എന്താണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, നിങ്ങളെ ആലോചിച്ചിട്ട് വെയിറ്റിംഗ് സ്റ്റേജിലാണ് ഉള്ളത്. ഒരു സ്റ്റെപ്പ് ഇതുവരെ എടുത്തിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട്. സോ ദേ ആർ തിങ്കിങ് ദാറ്റ് നിങ്ങൾ സെപ്പറേഷനിലാണെങ്കിൽ അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യുമായിരിക്കും എന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇമോഷനാണ് അവർക്ക് നിങ്ങളോടുള്ളത്. അതായത് ടെമ്പററി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഇമോഷനല്ല. സ്റ്റേബിളായിട്ടുള്ള ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടും അവരെന്തുകൊണ്ടാണ് മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാം. അതായത് ഇതുവരെ അവർ ചിന്തിച്ചുകൊണ്ടിരുന്ന രീതിയിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അവരുടെ ഫീലിങ്സിനെ അവർക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയില്ല. അതായത് സിറ്റുവേഷൻസ് അണ്ടർ കൺട്രോളിലാണെന്നുണ്ടെങ്കിലും അവരുടെ ലൈഫ് അവരുടെ കൺട്രോളിൽ തന്നെ ആണെന്നുണ്ടെങ്കിലും അവരുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ അവർക്ക് ഉണ്ടെങ്കിൽ പോലും ഇത് ഇമോഷൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർക്കൊരു ചൈൽഡ്, ഒരു ബേബി എനർജി മാത്രമേ ഉള്ളത്. ഇമോഷൻസിനെ എങ്ങനെ പ്രോസസ്സ് ചെയ്യണമെന്ന് അവർക്ക് ഒരു തരത്തിലും അറിവില്ല. കാണുമ്പോൾ തോന്നുമായിരിക്കും അവരിത്രയും വലുതല്ലേ, ഇവർക്ക് കാര്യങ്ങളെല്ലാം അറിയാമല്ലോ, എന്താണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, വളരെ സ്ട്രേഞ്ച് ആയിട്ടാണല്ലോ, മറ്റ് കാര്യങ്ങളിലെല്ലാം വളരെ സക്സസ്ഫുള്ളാണ്, എന്നിരുന്നാൽ റിലേഷൻഷിപ്സിൽ എന്തുകൊണ്ടാണ് ഇത്ര ഇമ്മച്യൂറായിട്ട് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷെ അവർ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻസിനെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നവർക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. ആൻഡ് നിങ്ങളോട് അവർക്ക് ഉള്ളത് ഒരു ആത്മബന്ധം, സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ് നിങ്ങളോട് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സെപ്പറേഷനിലാണെങ്കിൽ നിങ്ങൾക്കൊരു റീയൂണിയൻ ഡെഫിനറ്റ്ലി പോസിബിളാണ്. വെരി 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 സൂൺ, ആസ് സൂൺ ആസ് പോസിബിൾ അവർ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്.